നിന്റെ ദുഃഖാർദ്രമം മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു സഗദ്ഗതം എന്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ ദുഃഖാർദ്രമം മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു സഗദ്ഗതം എന്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ മനസ്സിന്റെ തീക്കനൽ കണ്ണിൽ വീണെന്റെ പൂക്കൾ കരിഞ്ഞു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ. താങ്ക് യു താങ്ക് യു. ആ ഒരെണ്ണോടെ ഉണ്ട്. ഹലോ ടെസ്റ്റിംഗ്. ഹലോ ഹലോ ടെസ്റ്റിംഗ്. ഹലോ ഹലോ. അതെ, നാളത്തെ പരിപാടി ഒന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടി വിളിച്ചാട്ടോ. 4 മണിക്ക് എത്തൂലേ? ഉറപ്പായിട്ടും എത്തും. എന്നാ ശരി. ശരി എന്നാ ഓക്കെ. ഹലോ ടെസ്റ്റ്. ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം കൽപ്പാന്ത കാലത്തോളം എന്ന ഗാനം ആലപിക്കുന്നത് പൗലോസ് കൊറ്റമം. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. ഡാൻസിന്റെ പിള്ളേരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ആ പൗലോസ്, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങാറുന്നു. മഴ കാരണം ഇത്തിരി വൈകിപ്പോയി. 4 മണിയല്ലേ പറഞ്ഞേ? വൈകിയില്ലല്ലോ. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അതെ, പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തി. പിള്ളേരെന്തോ സിനിമാറ്റിക് ഡാൻസ് സെറ്റ് ചെയ്തു. ഈ പഴയ പാട്ടൊക്കെ ആർക്കും വേണ്ടത്ര. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ എടുത്ത് ഇവിടെ വരെ വന്നിട്ട് ഒന്നും അറിയിക്കാറുന്നില്ലേ? അതെ, നീ വിഷമിക്കണ്ട. അതെ, നീ വിചാരിച്ചാലും കൊള്ളു തുകയുണ്ട്. നമുക്ക് കാണാം. എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്വാഗതം തന്നെ ഒരുപടി നേരം മഴയായതുകൊണ്ട് നമ്മൾ സംഘാടക സമിതി ആലോചിച്ചത്ര ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. എന്തായാലും വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവിടെയുള്ള പഞ്ചായത്ത് ഉണ്ടായിട്ടുള്ള ഇന്ന് ഗാനമേള ഉണ്ടാ? ആ ഉണ്ട്. പോരെ അങ്കിളെ, ഇന്ന് മഞ്ജു കേട്ടോ. ആ ഇന്ന് കിറ്റ്കാറ്റ് മതി. സുരേഷ് ഏട്ടാ, ഒരു ചായ. ഇന്ന് പരിപാടിയൊന്നുമില്ല പോലോ ചേട്ടാ. ആ ഇന്നലെ ഉണ്ടായിരുന്നു. ആ എനിക്കൊരു ചായ. പൗലോസാറിന് ഇപ്പൊ നല്ല വർക്കാണല്ലോ. ഹലോ, ആരാ? ഈ ഗാനമേള നടത്തുന്ന പൗലോസ്? അതെ. ഇന്നിവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ? ആ ചെയ്യാലോ. അതെ, പഴയ പാട്ടുകൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. അത് മതിയോ അതോ പുതിയത് വേണോ? പാട്ടൊന്നും വേണ്ട. ഇന്ന് പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ ആ സിസ്റ്റം ഒന്നും ഉണ്ടാവോ? മഞ്ഞപ്പുറയാണല്ലോ. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് സിസ്റ്റം ഒന്നും കിട്ടാനില്ലെന്ന് കൊറേ തപ്പി. ഇവിടത്തെ ഒരു പ്രമാണിയാന്ന്. ആള് തീർന്നു. മരിച്ചു വിടാന്ന് തോന്നാൻ ഇവിടെ കരയാൻ പോലും ഒരാൾ. പൗലോസിന്റെ ആ മൈക്കൊക്കെ കൊണ്ടുവന്ന് 2 പാട്ടൊക്കെ വെച്ച് ഇതിൽ ഒച്ചയും വെള്ളം വേണ്ടത്. ആ ചെയ്യാലോ. ആ പിന്നെ പൗലോസേ, കരയാനായിട്ട് ആരെങ്കിലും കിട്ടും കൂട്ടിക്കൊണ്ട് വരട്ടോ. കാശ് കൊടുക്കാൻ നോക്കും.
ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ, സമയമാം രഥത്തിൽ ഞാൻ നിന്റെ ദുഃഖാർദ്രമം മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു സഗദ്ഗതം, എന്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ ദുഃഖാർദ്രമം മൂകാശ്രുധാരയിൽ എന്റെ ഏത് റേഞ്ചിലുള്ളതാ സാറിന് വേണ്ടേ? ഇതിനെന്ത് വില വരും? ഇതൊക്കെ നേരത്തെ ഓർഡർ ചെയ്തിട്ട് ചെയ്തു വെച്ചാൽ പെട്ടികളാ. മരിക്കുന്നതിന് മുമ്പ് പെട്ടി ഓർഡർ ചെയ്യോ? സാർ ഏത് ലോകത്താ ജീവിക്കണേ? ഇങ്ങോട്ട് വന്നേ. ഇത് കുവൈറ്റിലുള്ള ഒരാളുടെ അപ്പന് വേണ്ടി പണിത് വെച്ചേക്കണ പെട്ടിയാ. പക്ഷെ ഉദ്ദേശിച്ച സമയത്ത് ആള് പോയില്ല. ഇപ്പം ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാൻ ഏർപ്പാടാക്കിയേക്കാ. സാറ് നോക്കണ്ടോ? പൈസ കുറച്ച് തന്നാൽ മതിയെന്ന്. അല്ല, ആള് വടിയായില്ലെങ്കിൽ ഈ പെട്ടി കൊണ്ടുപോകട്ടോ. നമുക്ക് വേറെ മോഡൽ പണിതുണ്ടാക്കാന്ന്. ഒരുപാട് വെറൈറ്റി മോഡലുകളുണ്ട് ഇപ്പം. സാറിങ്ങോട്ട് വന്നേ. അല്ല, എത്രയുണ്ട് ബഡ്ജറ്റ്? ഒരു നോർമലായിട്ടുള്ള പെട്ടി മതി. എൻ്റെ സാറേ, കുറച്ച് കൂടിയത് വാങ്ങിക്കോ. കിടക്കുമ്പോൾ ഒരു ലുക്കൊക്കെ വേണ്ടേ? ഈ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതല്ലേ? ഇത് 2 എടുത്താൽ 1 ഫ്രീയാ. സ്പെഷ്യൽ ഓഫറാ, നോക്കണ്ടോ? എന്ത് മനുഷ്യനാടോ താൻ? കച്ചവടമല്ലേ സാറേ? ഇപ്പം എല്ലായിടത്തും എല്ലാത്തിനും ഓഫറല്ലേ? ഞാനായിട്ട് എന്തിനാ മാറിയേക്കണേ? എന്തേ? ദേ ഇതെടുത്തോ സാറേ. നല്ല കളറാ. ഈ വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് കിടന്നാലുണ്ടല്ലോ, വേറെ ലെവലാ. മുട്ടിയൊന്നും നോക്കണ്ട സാറേ, നല്ല ഉറപ്പാ. ഞാനിപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം. ഇതങ്ങോട്ട് വെച്ചേ. എന്താ സ്റ്റൈൽ! സാറൊന്ന് നോക്കിയേ, എന്താ ഒരു കല! സാറിൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തേ, അടിപൊളിയായിരിക്കും. ഇയാളിപ്പോൾ പെട്ടി മേടിക്കാൻ വന്നതല്ലേ? അന്ത്യഗാനം കേൾക്കാൻ നീ വരില്ലേ? അതിനു പല്ലവി പാടുകില്ലേ? അവസാന ശയ്യ പിരിക്കുവാനായി ആത്മാവിൻ പൂവിതൾ നീ തരില്ലേ? ആകാശദീപമേ,
ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. പ്രിയ ഗായകൻ പൗലോസ് കൊറ്റമം അന്തരിച്ചു. എറണാകുളം ജില്ലയിലെ കൊറ്റമം എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും ഗൃഹാതുരത്വമുണർത്തുന്ന മലയാള തനിമയുള്ള പഴയ ഗാനങ്ങൾ പാടി നിരവധി സ്റ്റേജുകളിലൂടെ മലയാളിയുടെ ജനഹൃദയങ്ങളെ കീഴടക്കിയ പൗലോസ് കൊറ്റമം സ്വവസതിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. അവരുടെ വാക്കുകളിലേക്ക്. ഞങ്ങളുടെ നാടിന്റെ മഹാനായ ഒരു കലാകാരനായിരുന്നു പൗലോസ്. ഞങ്ങളുടെ നാടിന്റെ യേശുദാസ്, അങ്ങനെ വേണം പൗലോസിനെ പറ്റി പറയാൻ. ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പാട്ടുപാടി രസിപ്പിച്ച മഹാനായ കലാകാരൻ. അദ്ദേഹം ഞങ്ങളെ വിട്ടു പോയതിൽ അതിയായ ദുഃഖമുണ്ട്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭിമാനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ നാട്ടിലെ വനിതാവേദിയുടെ പ്രതിനിധി എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. സ്ത്രീകളെ വശീകരിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന ഗൂഢലക്ഷ്യം അയാൾ തിരഞ്ഞെടുക്കുന്ന ഓരോ പാട്ടുകളിലും ഉണ്ടായിരുന്നു. നോക്കൂ, രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. പിറ്റേ ദിവസം പകൽ വരും പോലെ അയാൾ തിരികെ വരുമെന്നല്ലേ പറയുന്നത്. എന്നെ പോലുള്ളവരുടെ മനസ്സ് മാറ്റാനാണ് അയാൾ ഈ പാട്ടൊക്കെ പാടുന്നത്. അതിനൊന്നും അയാൾ വളർന്നിട്ടില്ല. പിന്നെ പെൺകുട്ടികൾ അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. കിറ്റ്കാറ്റും മഞ്ചും ഒക്കെ കൊടുത്ത് പാട്ട് കേൾക്കാമെന്ന വ്യാജന പെൺകുട്ടികളെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തികച്ചും ഒരു ഹൈന്ദവ വിശ്വാസം തന്നെയായിരുന്നു പൗലോസ് കൊറ്റമം. അദ്ദേഹത്തിന്റെ ഈ പേരും കൊന്തയും കുരിശും ഒക്കെ ഒരു അലങ്കാരമായി മാത്രമേ ഞാൻ പറയൂ. കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ, ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇതിലൊക്കെ ഒരു ഹിന്ദുത്വം നിലനിർത്തിയിരുന്നു. ഞങ്ങളുടെ സംഘടനയായ ഐക്യവേദിക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ മരണത്തിൽ നമ്മൾ സംഘടനയുടെ പേരിൽ ദുഃഖം രേഖപ്പെടുത്തി. ഏത് പരിപാടിക്കും പൗലോസാണ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിപാടി നടത്താം. പൗലോസാന്റെ പാട്ടിൽ തുടങ്ങി പൗലോസാന്റെ പാട്ട് അവസാനിപ്പിക്കാൻ കൊച്ചു കുട്ടികളുള്ള പോലെ വലിയവരും എല്ലാവർക്കും പൗലോസാന്റെ പാട്ട് അത്രമാത്രം ഇഷ്ടമായിരുന്നു. ക്ഷമിക്കണം, ഒരു പ്രധാന വാർത്തയുണ്ട്. പൗലോസ് മരിച്ചിട്ടില്ലെന്ന് കൊറ്റമത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? മഞ്ജു, ഞാനിപ്പോൾ കൊറ്റമത്തെ പൗലോസിന്റെ വസതിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പൗലോസ് മരിച്ചിട്ടില്ല. പൗലോസ് മരിച്ചോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പൗലോസ്. അതുകൊണ്ട് തന്നെ ഇത് തീർത്തും സ്ഥിരീകരിക്കാവുന്ന ഒരു വാർത്തയാണ്. ഇവിടുത്തെ നാട്ടുകാരും അത് സമ്മതിക്കുന്നുണ്ട്. മഞ്ജു, മരണവാർത്ത അറിഞ്ഞ് പോസ്റ്ററും ഫ്ലെക്സും അടിച്ച ഇവിടുത്തെ പല സംഘടനാ നേതാക്കളും ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. നഷ്ടപരിഹാരം കിട്ടാതെ ഇവർ പോകില്ല എന്ന ഭാഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ സ്ഥലം SI ഉൾപ്പെടെ ഉന്നത മേലധികാരികൾ ഇടപെട്ട് ഒരു തീരുമാനത്തിലേക്ക് പൗലോസിനെ എത്തിച്ചിരിക്കുകയാണ്. കുറച്ചു സമയം തരണം, അതിനുള്ളിൽ ഞാൻ മരിച്ചേക്കാം എന്ന അദ്ദേഹത്തിന്റെ ആശ്വാസകരമായ വാക്കുകളുടെ വിശ്വാസത്തിലാണ് ഇപ്പോൾ പലരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറ്റമത്ത് നിന്നും ക്യാമറാമാൻ സണ്ണി കുര്യാക്കോസിനോടൊപ്പം അനിത അഗസ്റ്റിൻ, ചാനൽ ന്യൂസ്.